പോലീസ് മർദ്ദന വിഷയത്തിൽ പാലക്കാട് SP ഓഫീസിൽ മാർച്ച് നടക്കുന്നു. KSU പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണുന്നത് തത്സമയം. ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ പോലീസ് മർദ്ദന വിഷയത്തിലുള്ള പ്രതിഷേധം കാണുകയാണ് KSUവിന്റെ ഭാഗത്ത്. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സാജിദ്, എന്താണ് വിശദാംശം? നിഷാദ്, ഈ പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചാണ് KSU മാർച്ച് നടത്തുന്നത്. മാർച്ചിലേക്ക് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ 4ാം തവണയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഏതാനും പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അപ്പുറം കടന്നു. ഈ പ്രവർത്തകരെ പോലീസ് നീക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള പോലീസിന്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ KSUവിന്റെ നിരവധി പ്രവർത്തകരാണ് ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. SP ഓഫീസിന് സമീപത്തായി ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഏതാനും പ്രവർത്തകർ അങ്ങോട്ട് പോയി 4ാം റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാണ് പ്രധാന ആവശ്യം. ഇത് കൂടാതെ ഈ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ ഈ മുഖംമൂടി ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് പട്ടാമ്പി ദേശമംഗലത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിനിടെ പോലീസ് ഈ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നൊരു ആരോപണം കൂടിയുണ്ട്. ഇതിൽ 2 വിഷയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാർച്ച്. ഇപ്പോൾ 4ാം തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പോലീസ് സന്നാഹമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടക്കുന്നുണ്ട്. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ആയിരുന്നു, അതായത് അഴിച്ചു മാറ്റിയിരുന്നു. ഇപ്പോഴെന്തായാലും വലിയ തോതിൽ സന്നാഹങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇവിടെ തന്നെ തുടരുകയാണ്. മാർച്ച് ഉദ്ഘാടനം ചെയ്തത് KPCC മെമ്പർ റിജിൽ മാക്കുട്ടിയാണ്. ഈ KSUവിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ മാർച്ചിൽ ഉണ്ട്. ഇപ്പോഴും സമാനമായ സാഹചര്യം തുടരുകയാണ്. നിഷാദ്, KSU പ്രവർത്തകർ പാലക്കാട് മാർച്ച് നടത്തുകയാണ്. കൂടാതെ ഈ KSU പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണെങ്കിലും അവർ പോകാൻ തയ്യാറാവുന്നില്ല. ഓരോ തവണ ജലപീരങ്കി പ്രയോഗിച്ച ശേഷവും സമരക്കാർ വീണ്ടും പോലീസിന് നേരെ ഇരച്ചു വരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് പോലീസിന്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ലേ സാജിദ്? ഇവർ
ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ചില വനിതാ പ്രവർത്തകർ കൂടി ഈ ബാരിക്കേഡ് മറികടക്കാൻ പോവുകയാണ്. ഇപ്പോൾ വനിതാ പോലീസ് ഇവരെ പിടിച്ചു മാറ്റാൻ എത്തുന്നുണ്ട്. ഇതിൽ 4 റൗണ്ടാണ് പോലീസ് നിലവിൽ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ, സമരങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ KSUവിന്റെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മാർച്ചാണ്. ഇതിൽ ഈ സുജിത്തിന്റെ കസ്റ്റഡി മർദ്ദനം കൂടാതെ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് KSU പ്രവർത്തകരെ മർദ്ദിച്ചിരുന്നു. വാഹനത്തിൽ കയറ്റിയ ശേഷം ഒരു പ്രവർത്തകനെ പോലീസ് ഇടിച്ചിരുന്നു. ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടുള്ള മാർച്ചാണ് ഉള്ളത്. SP ഓഫീസിന് സമീപത്തായി ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ബാരിക്കേഡ് മറികടന്ന് ഏതാനും പ്രവർത്തകർ പോയിട്ടുണ്ട്. ഇപ്പോഴും ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രവർത്തകർ നിൽക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. 4 റൗണ്ട് ജലപീരങ്കി ഇതിനകം തന്നെ പോലീസ് പ്രയോഗിച്ചു കഴിഞ്ഞു. ഒരു സംഘർഷ സമാനമായ സാഹചര്യം തുടരുകയാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പോലീസ് അതിക്രമങ്ങൾക്കെതിരായ ഒരു മാർച്ചായതുകൊണ്ട് തന്നെ അതിനെ നേരിടുക എന്നുള്ളതിനും പരിമിതികൾ പോലീസിനുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ പ്രവർത്തകർ പോലീസിന്റെ വലയം ഭേദിച്ചുകൊണ്ട് 4 പ്രവർത്തകർ അങ്ങോട്ട് ചാടിക്കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോഴും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ തമ്പടിച്ചു നിൽക്കുകയാണ്.